കടുത്ത സാത്താൻ ആരാധകനിൽ നിന്നും ജപമാലയുടെ അപ്പസ്തോലൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടല്ലോ ലോങ്കോ. ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു. സാത്താൻ ആരാധനയിൽ നിന്നും ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും മാറി അദ്ദേഹം ജപമാലയുടെ അപ്പസ്തോലനായി തീർന്നു. സാത്താന്റെ അഭിഭാഷകനായി ജീവിച്ച ബാർട്ടല്ലോ ലോങ്കോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം എത്ര വലിയ കൊടുംപാപികൾക്കും മാനസാന്തരത്തിലൂടെ ദൈവസന്നിധിയിൽ മഹനീയ സ്ഥാനത്തേക്ക് എത്താനാകുമെന്ന സന്ദേശം നൽകുന്നതാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ലോങ്കോ 1860 നേപ്പിൾസിൽ നിയമം പഠിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. കത്തോലിക്ക വിരുദ്ധ ആശയങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പൈശാചിക ആരാധനയിൽ പങ്കുചേരുകയും സാത്താനിക പുരോഹിതനായി മാറുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തെ ഉത്കണ്ഠയും വിഷാദവും ചില സമയങ്ങളിൽ ആത്മഹത്യാ പ്രവണതകളും അലട്ടിക്കൊണ്ടിരുന്നു. യൂണിവേഴ്സിറ്റി പ്രൊഫസർ സാത്താൻ ആരാധന ഉപേക്ഷിക്കുവാൻ ലോങ്കോയ്ക്ക് പ്രചോദനം പകർന്നു. തുടർന്ന് ഫാദർ റൊഡാൻഡോയുടെ അടുത്ത് മനസ്തപിച്ച് കുമ്പസാരിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം പഴയ ജീവിതത്തെ ഉരിഞ്ഞുമാറ്റി കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വന്നു. 1871 അദ്ദേഹം ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. ജപമാലയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുവാനായി അദ്ദേഹം പോംബോയിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു. 50 വർഷത്തോളം അനാഥരുടെയും ദരിദ്രരുടെയും ഇടയിൽ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ അദ്ദേഹം എ മാൻ ഓഫ് മേരി എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. ഒക്ടോബർ 19 വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്താൻ ജൂൺ 13 ലയോ 14 പാപ്പയുടെ നേതൃത്വത്തിൽ ചേർന്ന കർദിനാൾമാരുടെ സാധാരണ പൊതു കൺസിസ്റ്ററിയിൽ തീരുമാനമായിരിക്കുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.